ഇന്നത്തെ ദിവസം മൊത്തം കൊള്ളായിരുന്നു ഗൈസ്. രാവിലെ തൊട്ട് വില്ലേജിലും അക്ഷയയിലും പഞ്ചായത്തിലൊക്കെ കയറി ഇറങ്ങി നിരങ്ങി അവസാനം വൈകുന്നേരം ഞാനിത് ചായയും കൊണ്ട് പണിക്കാരുടെ അടുത്തേക്ക് പോകുന്ന പോക്കാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല റോഡുണ്ട് കേട്ടോ, ടാറിട്ട റോഡുണ്ട്. പക്ഷേ അതിലൊന്നും പോവാതെ കുറച്ച് ദൂരം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷോർട്ട് കട്ട് കൂടെയാണ് എപ്പോഴും പോവാറ്. ഈ വഴി കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ പേടിക്കും കേട്ടോ, അതുപോലത്തെ ഒരു കാടാണിത്. എങ്ങനെ ഇവിടെ ഇത് കൂടെയൊക്കെ പോകണമെന്നൊക്കെ തോന്നും. ശരിയാണ്, ഇതിൽ പാമ്പും ചേമ്പും അതുപോലെ പട്ടിയും പന്നിയും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളത് നടന്നിട്ട് എനിക്ക് ശീലമായിട്ടോ, എനിക്ക് പേടിയൊന്നും തോന്നാറില്ല. പിന്നെ അവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അവരൊന്നും കാണിച്ചില്ല എന്ന് മാത്രം. ഈ ഒരു വഴിയിൽ വീടുകളൊന്നും ഇല്ല കേട്ടോ, പക്ഷെ നമുക്ക് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് വീടുകളുണ്ട്. ഇവിടെ ഇങ്ങനെ കാടൊന്നും ആയിരുന്നില്ല കേട്ടോ, പക്ഷേ ഈയിടെ നമുക്ക് കുറച്ച് വേനൽ മഴ കിട്ടിയല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെടികളൊക്കെ വളർന്ന് പെട്ടെന്ന് തന്നെ കാടായിട്ടോ. ഒരു 2 ആഴ്ചക്കുള്ളിലാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്തായാലും നമ്മുടെ പറമ്പെത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ രാജു ലത ചേച്ചിയും പണിയുന്നുണ്ട്. അവരെൻ്റെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന 2 പേരാണ് കേട്ടോ. അവരില്ലാണ്ട് എൻ്റെ ഒരു കാര്യവും നടക്കില്ല. പിന്നെ എക്സ്ട്രാ പണിക്കാരെ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ഞാൻ വേറെ ആൾക്കാരെ വിളിക്കാറുള്ളൂ. ഇവർ നമ്മുടെ സ്ഥിരം ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. ചേച്ചി ചായ അല്ല കേട്ടോ, കുറച്ച് പായസം ഉണ്ടാക്കിയത്. എന്തായിണ്ടോന്നും അറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ മുട്ടപ്പറമ്പ്. ഇവിടെ ഇപ്പം നമുക്ക് ബോർവെല്ലൊക്കെ അടിച്ച് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ മഴക്കാലത്തോട് കൂടിയിട്ട് ഇതിനകത്ത് കുറച്ച് ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടുത്ത വർഷത്തോടെ ഇതിനൊന്ന് ഉഷാറാക്കി എടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മോട്ടോർ പേരൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഈ ചായയൊക്കെ കൊടുത്ത് അവർ പണിമാറ്റി പോയതിന് ശേഷം അവർക്ക് രാവിലെ ഭക്ഷണം കൊണ്ടുവന്ന് സഞ്ചിയൊക്കെ എടുത്ത് തിരിച്ച്